ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു പുട്ടുണ്ടാക്കാനാണ്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ബാസ്മതി റൈസാണ്. ഇതിനകത്ത് മസാലയൊന്നും ഇട്ട ബിരിയാണിയുടെ വെച്ചതിൻ്റെ ബാക്കിയൊന്നും ചോറല്ല, സാധാരണയായിട്ട് ചോറ് വെച്ചിട്ട് വെച്ചേക്കുന്നത്. ഇതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ലേ, വെറും ബാസ്മതി അരി വേവിച്ച് അതിൻ്റെ അധികം ഉണ്ടായിരുന്നുണ്ടോ ചോറായത്. അപ്പോൾ അത് 2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 150 ഗ്രാം ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 മുറി തേങ്ങ തിരിഞ്ഞ് വെച്ചിട്ടുണ്ടേ. ആദ്യമേ നമുക്ക് ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് പയർ കഴുകി ഒരു 2 വിസിൽ വരുന്നവരെ വേവിക്കാം. നമ്മുടെ പയർ കഴുകിക്കൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇതിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് നമ്മുടെ പ്രഷർ കുക്കറിലോട്ട് വെച്ച്, ഇത് കുറച്ചല്ലേ ഉള്ളൂ പയർ, അതുകൊണ്ട് ആ പാത്രത്തിൽ വെക്കുന്നേ. ഇതൊന്ന് 2 വിസിൽ കേൾക്കുന്നവരെ വേവിക്കേ. 2 വിസിൽ കേൾക്കണേ. വെയിറ്റ് ഇട്ട് കൊടുക്കണം. നമ്മൾ പയറെടുക്കാം. 2 വിസിൽ കഴിഞ്ഞ് കുറേ നേരമായിരുന്നിട്ട് ഒരു കൊല്ലം കുഴപ്പമില്ല, വെന്തിട്ടുണ്ട്. കാര്യം പെട്ടെന്ന് എടുത്തില്ല. 2 വിസിൽ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ പയർ റെഡിയായി കഴിഞ്ഞേ. ഇനി ഈ പ്രഷർ കുക്കർ വെള്ളം എടുക്കുന്നുണ്ട്. നമുക്ക് പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് പുട്ട് പിഴുങ്ങാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടേ. ഇനി പുട്ട് പിഴുങ്ങുന്ന കാര്യം നോക്കാം. പയറിനകത്ത് കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചത്, ആ ഉപ്പ് മതി. പിന്നെ ചോറിനകത്ത് ഉപ്പിട്ടിട്ടില്ല, കുറച്ച് ഉപ്പിടേ, ശകലം. നമ്മൾ മാവിന് ഉപ്പിടത്തില്ലേ, അത്ര ഉപ്പ് വേണ്ട. നമ്മൾ ഈ ഉപ്പിട്ടില്ലേ, ഇതൊന്ന് നല്ല മിക്സ് ചെയ്യേ. അരി കുഴഞ്ഞ അരിയാവരുത് കേട്ടോ. സാധാരണ വേവുന്ന അരി, ഇന്ന് കുഴഞ്ഞ് കട്ട പിടിക്കുന്ന അരി ആയിരിക്കരുത്. ഇപ്പോൾ ബാസ്മതി റൈസ് തന്നെ വേണമെന്നില്ല. പിന്നെ നമ്മുടെ പച്ചരി, സോന മസൂരി, പിന്നെ അല്ലാത്ത പച്ചരിയൊക്കെ ഇല്ലേ. എനിക്ക് മട്ടേരി എനിക്കറിയില്ല. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഈ പയർ വേവിച്ച കുറച്ച് ഇതിനകത്തിട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ചോറിട്ട് കൊടുക്കാം. ഇതിനകത്ത് ഈ പയറും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് അതിട്ട് കൊടുക്കാം. ഇപ്പം ഈ ചോറിനകത്ത് വേണമെങ്കിൽ ഈ പയർ കുറച്ചിട്ട് മിക്സ് ചെയ്യാം. തേങ്ങയും പയറും കൂടെ കുറച്ച് മിക്സ് ചെയ്യാം. പിന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. കുറച്ച് ചോറിട്ട് കൊടുക്കാം. ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുക്കാം. ആവി വന്നിട്ടില്ലേ, വെള്ളം ചൂടായിട്ടില്ല. നമുക്ക് ഈ പുട്ട് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഒന്ന് ആവി വരട്ടെ. നമ്മുടെ പുട്ടിൻ്റെ ആവി വന്നിട്ടുണ്ടേ. ഒരു 10-15 സെക്കൻഡ് എടുത്തിട്ടുള്ളൂ ആവി വരാനായിട്ട്. പെട്ടെന്ന് ആവി വന്നു. നമ്മളെ പുട്ട് റെഡിയായേ. 1 മിനിറ്റ് നേരം ഇല്ലേ, തീ ഒന്ന് കുറയ്ക്കാം. നല്ല മണം പുട്ടിൻ്റെ. അയ്യോ, തേങ്ങ വേവിക്കണം.
ഇനി ഞാൻ വേറെ രീതിയിലുണ്ടാക്കേ. അടിയിൽ തേങ്ങ ഇട്ടില്ലേ ആദ്യം ചെയ്തേ. ഇനിയിപ്പോൾ അടിയിൽ തേങ്ങ ഇടുന്നില്ല. പുട്ടും പയറും പയറും തേങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടേ. ഇതിനകത്തോട്ട് ചോറിടാം. തൊട്ട് വീണ്ടും ഈ തേങ്ങയും പയറും ചേർക്കെ. തിരിയിട്ട് കൊടുക്കാം. ഇതൊന്ന് ആവി എടുക്കേ. നമ്മുടെ രണ്ടാമത്തെ പുട്ടും റെഡി. തട്ടി ഇടുമ്പോഴുള്ള പാടാണ്. രണ്ടാമത്തെ പുട്ടും റെഡി. ഇനി ഒരു പുട്ടും കൂടെ വെക്കുക ഈ സെയിം രീതിയിൽ. ഇത് നമുക്ക് കറിയുടെ കൂടെ കഴിക്കാം. നല്ല പപ്പടവും കറിയൊക്കെ ആയിട്ട് കഴിക്കാം. പിന്നെ പഴം എന്തിൻ്റെ കൂടെ ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും കഴിക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് ആവി വരും. 1 മിനിറ്റ് കൊണ്ട്. കാര്യം ഇനി വേവാനൊന്നും ഇല്ലല്ലോ. 1 മിനിറ്റ് കൊണ്ട് ആവി ഒന്ന് 15-20 സെക്കൻഡ് കൊണ്ട് 10-30 സെക്കൻഡ് കൊണ്ട് ആവി ഒന്ന് കഴിയും. നമ്മുടെ മൂന്നാമത്തെ പുട്ടും തുറന്നേ ആവി നമ്മളെ പുട്ടെടുക്കേ. മൂന്നാമത്തെ പുട്ടും റെഡിയായി. ഞാൻ ഗ്യാസ് ഓഫാക്കി. നല്ല പുട്ട് ഒഴുകുന്ന അതേ മണം. തട്ടി ഇടാനുള്ള പാടാണ്. യെസ്, കണ്ടില്ലേ? പുട്ട് ചെറുപയർ നല്ല രസം ഇത് കഴിക്കാനായിട്ട്. പഞ്ചസാര ഇട്ട് കഴിക്കാം, പപ്പടം കൊണ്ട് കഴിക്കാം, പിന്നെ പഴം ഒക്കെ കഴിക്കാം. പിന്നെ നമുക്കിഷ്ടമുള്ള കറികൾ എന്തൊക്കെയുണ്ടോ അതിൻ്റെ കൂടെ കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ലൊരു പുട്ടാണ്. ചോറിങ്ങനെ അധികം വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കാം. ചോറ് കുഴഞ്ഞ് കട്ട പിടിച്ച ചോറാവരുതെന്നേ ഉള്ളേ. അപ്പോൾ തേങ്ങ തോനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പയർ വേണ്ടെങ്കിൽ തേങ്ങ മാത്രം ചോറിട്ട് വെക്കാം. ഏത് രീതിയിൽ നമുക്കിത് വെക്കാം. അപ്പം അടുത്ത ഇപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം